തന്ത്രി കുടുംബത്തിൻ്റെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിലപാട് ഇതാണോ ഈ നിലപാട് ഈ വിഷയം? 100%. അദ്ദേഹം പരസ്യമായിട്ട് വന്നു, രഹസ്യമൊന്നുമല്ല, പരസ്യമായിട്ട് വരികയും അങ്ങക്ക് അറിയുമ്പോൾ ഒരു കൗതുകം തോന്നും. കടകംപള്ളി സുരേന്ദ്രൻജി ദേവസ്വം മന്ത്രി ഓൺ ദി ഫ്ലോർ ഓഫ് ദി ഹൗസ് അത് മലയാളിമാർക്ക് തിരിച്ചു കൊടുക്കാൻ അംഗീകരിച്ചാണ്. ഞാൻ വ്യക്തിപരമായി ശ്രീ പിണറായി വിജയൻ അവർകളെ ഞാനും PC ജോർജ് സാറും കൂടെയാണ് പോയി കണ്ടത്. ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, വിഷയം വളരെ വലുതും സെൻസിറ്റീവാണ്, ഞാൻ ഇടപെടുന്നില്ല, കടകംപള്ളിയെ കാണുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കടകംപള്ളി സാറിനെ പോയി. രാജഗോപാൽ സാറിൻ്റെ ചോദ്യത്തിനും PC ജോർജ് സാറിൻ്റെ സബ്മിഷനെയും മറുപടിയായിട്ട് ഇത് മലയാളിമാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ ഈ സാധനം എന്താ പറയണേ, ഹൈലൈറ്റ് ചെയ്യാനുള്ള സ്പേസുകൾ കുറവാണ്. ഇത് ഇന്നും, അതായത് ഇന്നും എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ജനുവരി 14 പോലീസ് തന്നെയാണ് ചെയ്തത്. ഇത് മലയാളിമാർക്ക് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഓണസ്റ്റി ഇല്ല. മലയാളികളെ എനിക്ക് അഭിമാനമാണ്, പക്ഷേ നമ്മൾ മലയാളികൾക്ക് പൊളിറ്റിക്കൽ ഓണസ്റ്റിയും ഇത്തരം കാര്യങ്ങളിലൊരു സത്യസന്ധത പലപ്പോഴും കുറവാണ്. എല്ലാവരും എല്ലാവരുടെയും ആശയങ്ങൾ സ്മഗിൾ ചെയ്യാൻ നോക്കുകയാണ്. കള്ളക്കടത്തിലൂടെ സ്വന്തം ആശയങ്ങൾ എടുത്തു കൊടുക്കാനാണ് പറയുന്നത്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മതേതരത്വത്തിൻ്റെ അംബേദ്കറിനെ മുമ്പൂടി വെച്ചാണ് പോകുന്നത്. തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഭയങ്കര അംബേദ്കർ സ്നേഹം തുടങ്ങിയിട്ടുണ്ട്. വേറെ കൊണ്ടല്ല, അംബേദ്കർ മുസ്ലിങ്ങളെക്കുറിച്ച് കുറച്ച് നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അടിക്കാം. കുറേ കൂടെ ആത്മാർത്ഥമായി ഗാന്ധിജിയുടെ നിലപാടെടുത്താൽ നമുക്കൊരു ഇൻ്റഗ്രേഷൻ പോസിബിളാണ്. സവർണനും അവർണനും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും, വിശ്വാസിയും അവിശ്വാസിയും. നെഹ്റുജി അവിശ്വാസിയായിരുന്നല്ലോ, നെഹ്റുജി നിരീശ്വരവാദിയായിരുന്നു, പക്ഷേ ഗാന്ധിജി വിശ്വാസിയായിരുന്നു. ഈ ബാലൻസ് പിടിക്കാൻ നമുക്ക് ഇന്ത്യക്ക് കഴിയുന്നില്ല. പക്ഷേ ബാലൻസ് പിടിക്കണമെങ്കിൽ ആത്മാർത്ഥമായി ഈ വ്യത്യസ്തതകളുണ്ടെന്ന് അംഗീകരിക്കണം.